1986 ജോൺ എബ്രഹാമിന്റെ സംവിധാനത്തിലും രചനയിലും നിർമ്മിച്ച ചിത്രമാണ് അമ്മയെ അറിയാൻ. ജനങ്ങളിൽ നിന്നും പണം പിരിച്ചു നിർമ്മിച്ച ഈ സിനിമ മലയാള സിനിമാ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണ്. ഒരു യുവാവിന്റെ മരണവും ആ യുവാവിന്റെ അമ്മയെ അറിയിക്കാനുള്ള കൂട്ടുകാരുടെ യാത്രയുമാണ് സിനിമയുടെ ഇതിവൃത്തം. സിനിമയിലെ പ്രധാന കഥാപാത്രമായ പുരുഷനെ അവതരിപ്പിച്ചത് ജോയ് മാത്യു ആണ്. വളരെ മികച്ച രീതിയിൽ തന്നെ അദ്ദേഹം തന്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചു. മലയാള സിനിമാ രംഗത്ത് വലിയൊരു വിപ്ലവം തന്നെ സൃഷ്ടിച്ച ചിത്രമാണ് അമ്മയെ അറിയാൻ. ഈ ചിത്രത്തിന്റെ നിർമ്മാണത്തിനായി പണം ശേഖരിച്ച സംഭവം ഏറെ രസകരമാണ്. ജനങ്ങളുടെ ചിത്രം നിർമ്മിക്കണമെന്ന ആഗ്രഹത്തോടെ ജോൺ എബ്രഹാമിന്റെ കൂട്ടുകാർ ചേർന്ന് ഒഡേസ കളക്റ്റീവ് എന്ന ഒരു സംരംഭത്തിന് രൂപം നൽകുന്നു. പൊതുജന പങ്കാളിത്തത്തോടെ ചിത്രങ്ങൾ നിർമ്മിക്കുക എന്ന ലക്ഷ്യമായിരുന്നു ഈ സംരംഭത്തിന് ഉണ്ടായിരുന്നത്. പല നാടുകളിലും സഞ്ചരിച്ച് തെരുവു നാടകങ്ങളും സ്കിറ്റുകളും അവതരിപ്പിച്ച് നിർമ്മിച്ച സിനിമയാണ് അമ്മയെ അറിയാൻ. അന്നത്തെ കാലത്ത് നിലനിന്നിരുന്ന പല സാമൂഹിക പ്രശ്നങ്ങളും ഈ സിനിമയിൽ നമുക്ക് കാണാം. ഈ സിനിമയിൽ അമ്മമാർക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. ഡോക്യുമെന്ററി രീതിയിലാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. തന്റെ കൂട്ടുകാരനായ ഹരിയുടെ മരണവിവരം അവന്റെ അമ്മയെ അറിയിക്കാൻ പോകുന്ന വഴി നടക്കുന്ന സംഭവങ്ങളൊക്കെ അമ്മയെ കത്തയച്ച് അറിയിക്കുന്ന രീതിയിലാണ് സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത്. ഹരിയുടെ വിഷമങ്ങളൊക്കെ അന്നത്തെ യുവതലമുറയുടെ വിഷമങ്ങൾ തന്നെയായിരുന്നു. തബല വായിക്കാൻ ഇഷ്ടമുള്ള ഹരിയെ കള്ളക്കേസിൽ പോലീസ് പിടിച്ചുകൊണ്ടുപോയി ഒരുപാട് ഉപദ്രവിക്കുന്നു. പോലീസുകാരൻ തന്റെ ബൂട്ട്സ് ഉപയോഗിച്ച് ഹരിയുടെ കൈക്ക് പരിക്കേൽപ്പിക്കുന്നു. തബല വായിക്കാൻ ഇഷ്ടമുള്ള അല്ലെങ്കിൽ തബല വായിക്കാൻ അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമായ കാര്യമാണ് ഹരിക്ക് പോലീസ് സ്റ്റേഷനിൽ വെച്ചുണ്ടാകുന്നത്. അതിന്റെ വിഷമത്തിൽ സ്റ്റേഷനിൽ നിന്നും ഇറങ്ങിയ ശേഷം തന്റെ തബല നശിപ്പിക്കുന്നതിലൂടെ ഹരിയുടെ വിഷമം പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നു. ഹരിയെ അവതരിപ്പിച്ച കഥാപാത്രം വളരെ നന്നായി തന്നെ ആ ഒരു കാര്യം അവതരിപ്പിച്ചിട്ടുണ്ട്. പുരുഷൻ തന്റെ ഒരു യാത്രാമധ്യേ ഹരിയുടെ ശവശരീരം കണ്ട് തന്റെ യാത്ര പാതി വഴിയിൽ ഉപേക്ഷിച്ച് ഹരിയുടെ അമ്മയെ തേടി പോകുന്നു. ആ യാത്രയിൽ ഹരിയുടെ കൂട്ടുകാരെ കാണുകയും അവരെ കൂടെ കൂട്ടുകയും ചെയ്യുന്നു. അവർ ഓരോരുത്തരും തന്റെ അമ്മമാരെ വിവരം അറിയിച്ചാണ് യാത്ര പുറപ്പെടുന്നത്. കൂട്ടുകാർ ഹരിയുടെ മരണവിവരം സ്വന്തം അമ്മമാരെ അറിയിക്കുമ്പോൾ അവർക്ക് ഹരിയുമായുള്ള ഓർമ്മകൾ അയവിറക്കുന്നു. അവസാനം ഹരിയുടെ അമ്മയുടെ അടുത്തെത്തി വിവരം പറയുമ്പോൾ ഒന്ന് പൊട്ടിക്കരയാൻ പോലും ആകാതെ നിൽക്കുകയാണ് ചെയ്യുന്നത്. സമൂഹത്തിലെ പല മോശം കാര്യങ്ങളെയും തുറന്നു കാട്ടുകയാണ് ഈ സിനിമ ചെയ്യുന്നത്. ആ കാലത്തെ പോലീസുകാരുടെ ക്രൂരതകളും രാഷ്ട്രീയ പോരുകളും അത് കാരണം ദുരിതം അനുഭവിക്കേണ്ടി വരുന്ന സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതവും ഒക്കെ ഈ സിനിമയിൽ ജോൺ എബ്രഹാം കാണിക്കുന്നു.